ഹലോ മുത്തുമണികളെ. അപ്പോൾ ഒരു ചള്ള് മൈലാഞ്ചി മോൻ ഒരു വീഡിയോ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അതിലിങ്ങനെ പറയാനുണ്ടായിരുന്നു, റമളാൻ കാലത്തിനെ പോലും ഇവള് മാനിക്കുന്നില്ല എന്ന്. എവള് മാനിക്കുന്നില്ല എന്ന്. നീയൊക്കെ രായമ്മേ എന്ന് വിളിക്കുന്ന ഞാൻ അതിൻ്റെ ഇടയിലിരുന്നുകൊണ്ട് ഇങ്ങനെ പറയാനുണ്ടായിരുന്നു, അവള് മുസ്ലിമല്ല. മുസ്ലിം അല്ലാത്ത ഞാൻ റമളാനിനെ മാനിക്കണം, നീയൊക്കെ മാനിക്കുന്നുണ്ടോ? അതാദ്യം ചോദിക്കട്ട്. അല്ല, നിൻ്റെയൊക്കെ അടി തീർന്നാടെ. ഒരു ദിവസം നല്ല രീതിയിൽ കാറി കയറി ഇരുന്ന് വീഡിയോ ചെയ്യും, രണ്ടാമത്തെ ദിവസം അവിടെ ഫുൾ അടിയാണെന്നാണല്ലോ അറിഞ്ഞത്. എല്ലാ സത്യവും ഉണ്ടാ. ഇനി അതവിടെ നിൽക്കട്ടെ. പിന്നെ റമളാനിനെ മാനിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്ന പുന്നാര മോനെ, റമളാനിനെ മാനിക്കുന്നവനാണെങ്കിൽ നിൻ്റെ കൂടെ ഇരിക്കുന്ന ആ മോളുണ്ടല്ലോ, മോള്, അവൾ എൻ്റെ സുഹൃത്തിനെ പറ്റിച്ച് വാങ്ങിച്ച ക്യാഷ് അയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ നീ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചള്ള് മൈലാഞ്ചി മോനെ, നിന്റെ നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടി അല്ല എങ്കിൽ, നീ ഒരു ആണാണ് എങ്കിൽ, നീ ഒരു മാന്യനാണ് എങ്കിൽ, നീ ഒരു മുസ്ലിമാണ് എങ്കിൽ, നീ റമളാൻ കാലത്തിനെ മാനിക്കുന്നുണ്ട് എങ്കിൽ, നിന്റെ കൂടെ ഇരിക്കുന്ന ആ മോള് എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ക്യാഷ് അയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് സംസാരിക്കട ചേറ്റ അലവിലാതി. 30,000 രൂപയുടെ ഫോണ് വരെ വാങ്ങിച്ചിട്ട് അയാളുടെ പൈസ കൊടുടാ. നാണം കെട്ടവനെ, നാണവും മാനവും കെട്ടവനെ, നീ റമളാൻ കാലത്തിനെ മാനിക്കുന്നുണ്ട് എങ്കിൽ, നീ സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പ്, നീ സദക്ക കൊടുക്കുന്നതിന് മുമ്പ് അർഹതയില്ലാത്ത പൈസ നിനക്ക് വാങ്ങിച്ച് തന്ന എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് മട്ടൻ സൂപ്പ് വാങ്ങിച്ച് തന്ന ആ ക്യാഷ് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് നട്ടല് നിവർത്തി നിന്നിട്ട് വെല്ലുവിളിയട ചേറ്റേ. ഇനി ഇത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് റമളാൻ കാലം കഴിഞ്ഞിട്ട് അവൻ്റെ ഏതോ മൈലാഞ്ചി ചാനൽ വഴി അവൻ എനിക്ക് എന്തൊക്കെയോ തരുന്നുണ്ടത്ര. നീ തന്നാൽ എൻ്റെ ഊരിപ്പോവും, നീ തരുന്നത് എൻ്റെ ഊരിപ്പോകുന്നതിന് തുല്യമാണ്. പോട ചേറ്റ അലവിലതി.